ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എന്ന സീരീസിന്റെ അവസാന എപ്പിസോഡ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹോ യങ്ങും സിയോങ് ജെയും തമ്മിലുള്ള അന്തിമ പാചക പോരാട്ടത്തോടെയാണ് ആരംഭിക്കുന്നത്. മുൻ റൗണ്ടിൽ ഇരുവരുടെയും ടീമുകൾ സമനിലയിൽ എത്തിയതോടെ യഥാർത്ഥ വിജയിയെ കണ്ടെത്താൻ ഒരു നേർക്കുനേർ മത്സരമാണ് വിധികർത്താക്കൾ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ സിയോങ് ജെയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഷെഫ് പാത്ത് ഇനി അവനൊപ്പമില്ല. ഇതുവരെ അവരെ നയിച്ചിരുന്ന സിസ്റ്റം അപ്രത്യക്ഷമായിരിക്കുന്നു. അതിനൊപ്പം പ്രത്യേക റെസിപ്പികളും കഴിവുകളും എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമായിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി അവൻ സ്വന്തം കഴിവ് മാത്രം ആശ്രയിച്ച് മത്സരിക്കേണ്ട അവസ്ഥയിലാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സിയോങ് ജെ എന്ത് പാചകം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കുറച്ച് സമയം ചോദിക്കുന്നു. ഷെഫ് പാത്ത് ഇല്ലാതെ ഈ മത്സരം അർത്ഥശൂന്യമാണെന്ന് പോലും അവന് തോന്നുന്നു. എന്നാൽ യേറിൻ അവന് വിലപ്പെട്ട ഒരു ഉപദേശം നൽകുന്നു. ജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, മറിച്ച് തനിക്ക് ശരിക്കും പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവം ഉണ്ടാക്കണമെന്നും പിന്നീട് ഒരിക്കലും ഖേദിക്കേണ്ടി വരാത്ത ഒരു ഭക്ഷണം തയ്യാറാക്കണമെന്നും അവൾ പറയുന്നു. അവസാന റൗണ്ടിൽ ബജറ്റ് പരിധിയോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. ഹോ യങ് ഉടൻ തന്നെ ആഡംബരപൂർണമായ ഫ്രഞ്ച് ശൈലിയിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങുന്നു. അതേസമയം സിയോങ് ജെയ്ക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്നതിൽ വ്യക്തതയില്ല. അപ്പോഴാണ് പഴയ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് തിരികെ വരുന്നത്. ഷെഫ് പാത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, പിതാവിന്റെ ഉപദേശങ്ങൾ, ഇതുവരെ സഹായിച്ച എല്ലാവരുടെയും വാക്കുകൾ എല്ലാം അവന്റെ മനസ്സിൽ മുഴങ്ങിത്തുടങ്ങുന്നു. പതുക്കെ അവന്റെ ആത്മവിശ്വാസം തിരിച്ചെത്തുകയാണ്. അവസാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആഡംബര വിഭവങ്ങൾക്ക് പകരം ഒരു ലളിതമായ കൊറിയൻ വീട്ടുഭക്ഷണമാണ് അവൻ തയ്യാറാക്കുന്നത്. വിധികർത്താക്കളുടെ മുന്നിൽ ആദ്യമെത്തുന്നത് ഹോ യങ്ങിന്റെ വിഭവമാണ്. അതിന്റെ അവതരണം അതിമനോഹരമാണ്. ഒരു കലാസൃഷ്ടി മ്യൂസിയത്തിൽ കാണുന്നത് പോലെ അവർ അതിനെ ആസ്വദിക്കുന്നു. അതിന് പിന്നാലെ എത്തുന്ന സിയോങ് ജെയുടെ ഭക്ഷണം വളരെ സാധാരണമായി തോന്നുന്നു. അത് കണ്ടപ്പോൾ തന്നെ വിധികർത്താക്കൾ നിരാശരാകുന്നു. മത്സരത്തിന്റെ ലക്ഷ്യം തന്നെ അവൻ മനസ്സിലാക്കിയില്ലേ എന്ന സംശയം പോലും അവർ പ്രകടിപ്പിക്കുന്നു. എന്നാൽ സിയോങ് ജെ അവരോട് ഒരു അപേക്ഷ മാത്രം നടത്തുന്നു. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു കഷ്ണം രുചിച്ചു നോക്കാൻ. ആ നിമിഷം അവൻ തന്റെ പാചകത്തിൽ അഭിമാനം തോന്നുന്നു. ഓരോ കത്തിമുറിയും ഓരോ പൊള്ളലും ഓരോ പിഴവും അവന്റെ സ്വന്തം പ്രയത്നത്തിന്റെ ഫലമാണ്. ജയിച്ചാലും തോറ്റാലും ഇനി പ്രശ്നമില്ല. താൻ ശരിക്കും ആഗ്രഹിച്ച ഒരു ഭക്ഷണം തയ്യാറാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം മാത്രമാണ് അവനുള്ളത്. ഡിവിഷൻ കമാൻഡർ കിമ്മിന്റെ ആദ്യമായി ഒരു കഷ്ണം കഴിക്കുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുകയാണ്. മുറി മുഴുവൻ നിശബ്ദമാകുന്നു. ആ ലളിതമായ വീട്ടുഭക്ഷണം അദ്ദേഹത്തെ ബാല്യകാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അമ്മ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുത്തിരുന്ന കാലത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറയുന്നു. വോൺ യങ്ങും ചുന്നിക്കും ഭക്ഷണം രുചിച്ചു നോക്കുമ്പോൾ അവർക്കും അതേ അനുഭവമാണ് ലഭിക്കുന്നത്. സിയോങ് ജെ തന്റെ വിഭവത്തിന്റെ പിന്നിലെ ആശയം വിശദീകരിക്കുന്നു. സൈന്യത്തിൽ സേവനം ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ആഡംബര ഭക്ഷണങ്ങളല്ല, വീട്ടിൽ അമ്മ തയ്യാറാക്കി തരുന്ന ഭക്ഷണത്തിന്റെ രുചിയും സ്നേഹവുമാണെന്ന് അവൻ പറയുന്നു. അത്തരമൊരു ഭക്ഷണം അവരെ വീടിനെയും കുടുംബത്തെയും ഓർമ്മിപ്പിക്കുകയും ഏകാന്തത കുറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ വിശദീകരിക്കുന്നു. ആ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുകയാണ്. അവസാനം ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റ് വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഹോ യങ്ങും ആ ഫലം മാന്യമായി അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ഒരിക്കൽ കൂടി മറ്റൊരു മത്സരത്തിൽ സിയോങ് ജെയെ നേരിടണമെന്ന ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നു. വിജയപ്രസംഗത്തിനിടെ ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റിനു വേണ്ടി അവസാനമായി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സിയോങ് ജെ പറയുന്നു. എന്നാൽ അവസാനമായി എന്ന വാക്ക് എല്ലാവരിലും സംശയമുണർത്തുന്നു. അപ്പോഴാണ് സിയോങ് ഹോ ഞെട്ടിക്കുന്ന തെളിവുമായി എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജെ യങ്ങിനൊപ്പം ചേർന്ന് ചുന്നിക്കിന്റെ അഴിമതി പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. ഭക്ഷ്യവിതരണ കരാറുകളിൽ വർഷങ്ങളായി ഒരേ വിതരണക്കാരനെ ഉപയോഗിച്ചിരുന്നുവെന്നും രേഖകളിൽ പേരുകൾ മാത്രം മാറ്റിയിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. അതിലും ഞെട്ടിക്കുന്ന കാര്യം മേജർ ഇമ്മിന്റെ മരണത്തിലും ചുന്നിക്കിന് പങ്കുണ്ടെന്ന തെളിവാണ്. ജയിലിലുള്ള മിൻഗുവിന്റെ ശബ്ദരേഖ സിയോങ് ഹോ അവതരിപ്പിക്കുന്നു. ചുന്നിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തതെന്ന് മിൻഗു അതിൽ സമ്മതിക്കുന്നു. അങ്ങനെ സത്യം പുറത്തുവരുന്നു. ചുന്നിക്കിനെ ഉടൻ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിനായി കൊണ്ടുപോകുന്നു. ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റ് അടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സുരക്ഷാ റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും തെളിയുന്നു. ഭക്ഷ്യവിതരണ അഴിമതി മറച്ചുവെക്കാനായിരുന്നു ഔട്ട് പോസ്റ്റ് അടയ്ക്കാനുള്ള ശ്രമമെന്ന് വ്യക്തമായി മാറുന്നു. അതോടെ ഔട്ട് പോസ്റ്റ് അടയ്ക്കാനുള്ള ഉത്തരവ് റദ്ദാക്കുകയാണ്. മറ്റിടങ്ങളിലേക്ക് മാറ്റാനയച്ച സൈനികർക്ക് ഉടൻ തിരികെ വരാൻ നിർദ്ദേശം നൽകുന്നു. ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റ് രക്ഷപ്പെട്ടിരിക്കുന്നു.
ഈ സന്തോഷം ആഘോഷിക്കാൻ സിയോങ് ജെ തന്റെ വിജയിച്ച വിഭവം വീണ്ടും എല്ലാവർക്കുമായി തയ്യാറാക്കുകയാണ്. അതേസമയം ഡോങ് ഹ്യുൻ തന്റെ സൈനിക സേവനം പൂർത്തിയാക്കി ഡിസ്ചാർജ് നേടുന്നു. അവന്റെ യാത്രയെ ആഘോഷിക്കാൻ സിയോങ് ജെ പ്രത്യേക ടോഫു കേക്കും വേവിച്ച മുട്ടകളും ഒരുക്കുന്നുണ്ട്. നല്ല ഭക്ഷണങ്ങൾക്കും മറക്കാനാകാത്ത ഓർമ്മകൾക്കും ഡോങ് ഹ്യുൻ നന്ദി പറയുന്നു. അവൻ പോകുന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമാണത്. സിയോങ് ഹോക്ക് പ്രമോഷൻ ലഭിക്കുന്നില്ല, പക്ഷേ അതിലും വിലപ്പെട്ട ഒന്നാണ് ലഭിക്കുന്നത്. കിം മിൻ തേയിൽ നിന്ന് പ്രത്യേക അഭിനന്ദനവും സ്വന്തം സൈനികരുടെ ബഹുമാനവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം കൂടുതൽ മികച്ച നേതാവായി മാറുന്നു. ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റ് സുരക്ഷിതമായതോടെ ഷെഫ് പാത്ത് വീണ്ടും സിയോങ് ജെയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നു. ഇപ്പോൾ ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റിലെ മുഖ്യ പാചകക്കാരനായ അദ്ദേഹം പുലർച്ചെ തന്നെ എഴുന്നേറ്റ് സൈനികരുടെ മനസ്സിനെ ചൂടേകുന്ന ഭക്ഷണങ്ങൾ ഒരുക്കുന്നു. സ്വന്തം കഴിവിൽ കൂടുതൽ ആത്മവിശ്വാസം നേടിയ സിയോങ് ജെ തന്റെ ബാല്യകാല സുഹൃത്തായ മിനയെ പ്രണയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ യാത്ര അവസാനിച്ചിട്ടില്ല. എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിൽ ഷെഫ് പാത്ത് ഒരു പുതിയ ദൗത്യം നൽകുന്നു. ഒരു ഇതിഹാസ പാചകക്കാരനാകാനുള്ള യാത്രയിൽ അടുത്ത ലക്ഷ്യം വ്യക്തമാണ്: പ്രശസ്തമായ ഓഫീസേഴ്സ് മെസ്സിൽ അംഗീകാരം നേടുക. അങ്ങനെ സിയോങ് ജെയുടെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജിയർ എന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ വളരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള മനോഹരമായ ഡ്രാമകളുമായി നമുക്ക് വീണ്ടും കാണാം.